ഇടതുപക്ഷത്തിന്റെ കോട്ട, ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം. എത്ര വർഷമായില്ലേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം കൈവിട്ട് പോയിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്? കൊല്ലത്ത് രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും LDF നിൽക്കുന്നത്. പക്ഷേ UDF ആണ് ഒന്നാം സ്ഥാനത്ത്. പക്ഷേ NDA അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇന്നലകളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് NDA വേരുറപ്പിക്കുന്നത്, BJP വളരുന്നത്, താമര വിരിയുന്നത് UDF-നെ വളമാക്കിക്കൊണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതാണ് തെറ്റുന്നത്. കാരണം ഇടതു കോട്ടകളിലടക്കം വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ BJP-യുടെ NDA-യുടെ വളർച്ച എന്ന് വേണം മനസ്സിലാക്കാം. തൃശ്ശൂരാണ്. തൃശ്ശൂർ UDF എടുക്കുമ്പോൾ അവിടെ NDA വീക്ക് ആകുമ്പോൾ സുരേഷ് ഗോപി ഫാക്ടർ ഒന്നും ഇത്തവണ ക്ലച്ച് പിടിക്കില്ല എന്ന തലത്തിലേക്ക് നിൽക്കുകയും ചെയ്യുമ്പോഴും UDF നില മെച്ചപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണത്തേതിനുള്ള ലോക്സഭയ്ക്കുള്ള പകരം വീട്ടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു UDF. തൃശ്ശൂർ അടക്കം എന്നുള്ള കാഴ്ചകളുണ്ട്. ജില്ലാ പഞ്ചായത്തുകളൊക്കെ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം UDF-ന്റെ ഭാഗത്ത് നിന്ന്. നേരത്തെ നമ്മൾ കേട്ടത് ജോസ് കെ മാണിയുടെ പ്രതികരണം. മധ്യ കേരളത്തിൽ കൃത്യമായി UDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇടുക്കി ഒരു തരംഗം തൂക്കി UDF എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. ജില്ലാ പഞ്ചായത്താണെങ്കിൽ, ഗ്രാമപഞ്ചായത്താണെങ്കിൽ, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ഒന്നടങ്കം ബ്ലോക്കിലും UDF തന്നെ. UDF എവിടെയും സംസാരിക്കുന്നു. മേഖലയിൽ ഉണ്ടായപ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. UDF തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്രയും സീറ്റുകൾ ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച കണക്കിലേക്ക് തന്നെ UDF എത്തും തീർച്ചയായിട്ടും. ഇവിടെ എന്താണ് പ്രധാനമായി കള്ളവോട്ട് ആരോപണം മഞ്ജുവിലടക്കം വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വഴിവെച്ചിരുന്നു. അപ്പോൾ അത്തരം ഒരു ആരോപണം UDF-ന്റെ ഭാഗത്തു നിന്ന് അതിന് ഫുൾ കണക്കുകൾ വരട്ടെ. 100 സീറ്റിന്റെ കണക്ക് വന്നിട്ട് ബാക്കി പറയാം. പക്ഷേ ആത്യന്തികമായി ഇവിടെ LDF-ന്റെ ഒരു ഭരണം മാറണം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് UDF-ലൂടെ പറ്റുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സീറ്റുകളുടെ കണക്കുകളിലേക്ക് വരട്ടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയും. 100 സീറ്റ് വേണ്ടട്ടെ. ശരി. അതാണ് ആത്യന്തികമായി ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് മാറണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നേട്ടമാക്കി മാറ്റാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു. ആ നേട്ടം NDA കൊണ്ടുപോകുമോ എന്നാണ് അറിയേണ്ടത്. NDA